വാങ്കഡയിലെ സ്വന്തം മണ്ണിൽ നീലനിറം പൊതിഞ്ഞൊരു ഗ്യാലറിക്ക് മുന്നിൽ മുംബൈ പടയുടെ കണ്ണീർ വീണു. ഉയർത്തെഴുന്നേറ്റ് ചരിത്രത്തെ തിരുത്തിയെഴുതാൻ മോഹക്കോട്ട ഉയരെ ഉയർന്നതാണ്. പക്ഷേ അതെല്ലാം രാജാവിന്റെ ചാവേർപ്പട ബാറ്റെടുക്കും വരെ മാത്രം. അന്നും ഇന്നും എന്നും എന്തിനും പോന്നവർ ഒരു സംഘമായി ചേർന്നാൽ അവർക്ക് പേര് RCB. മുംബൈയോട് നേർക്കുനേർ ചരിത്രമെടുത്താൽ കണക്കുകൾ RCBയുടെ നെറ്റി ചുളിച്ചേക്കും. എന്നാൽ കഴിഞ്ഞ കാലം വിദൂരതയിൽ അങ്ങനെ അസ്തമിക്കട്ടെ എന്നാണ് ഇന്ന് ഈ വാങ്കഡയിലെ നേർക്കാഴ്ചകൾ അത്രയും. ലോക്കോ നേർക്കുനേരെങ്കിൽ അതങ്ങനെ ഓർമ്മകളിൽ ചേർത്തു വെക്കേണ്ട നിമിഷങ്ങളാണല്ലോ. പക്ഷേ മുംബൈക്കിത് മറവിയോട് ബാക്കിയാക്കേണ്ടത് മാത്രമായി. ഹിൽസാൾട്ട് എന്നൊരു ഇംഗ്ലീഷ് കൊടുങ്കാറ്റിൽ വാങ്കഡയാകെ നിശബ്ദതയെ പുൽകി. ഒരറ്റത്ത് കോഹ്ലി സംയമനം പാലിച്ചപ്പോൾ പ്രക്ഷുബ്ധമായ തിരമാല പോൽ വാങ്കഡയുടെ ഗ്യാലറിയിലേക്ക് അയാൾ ആഞ്ഞടിച്ചു. ആളനക്കമില്ലാതെ മുംബൈ പടയുടെ ആരാധക കൂട്ടം ഗ്യാലറിയിൽ തല താഴ്ത്തി. ബുംറയൊഴികെ വന്നവരും പോയവരുമെല്ലാം സാൾട്ടിന്റെ ബാറ്റിംഗ് ചൂടറിഞ്ഞു. പവർ പ്ലേയിൽ സാന്യറിനെ അയാൾ വരവേറ്റത് ഇങ്ങനെയാണ്. 36 പന്തിൽ അയാളുടെ 78. ക്ലാസ് ഷോട്ടുകളിൽ ആങ്കർ റോളിൽ കോഹ്ലിയുടെ അർദ്ധശതകം. ഇനി പടിതാറിന്റെ മുംബൈയുടെ ഇടനെഞ്ചിലേക്ക് ദാ സിക്സർ മേളം. മുംബൈ തട്ടകത്തിൽ അയാൾ ഒരുക്കിയ RCBയുടെ ചങ്കുറപ്പിന്റെ ക്രിക്കറ്റ് വിരുന്ന്. അയാൾ നിർഭയനാണ്. 2025 മുതൽ അയാൾ അങ്ങനെയാണ്. ഉയരങ്ങൾ ഉയർന്ന തകർപ്പനടികളാൽ RCBയുടെ പ്രിയപ്പെട്ടവർക്ക് നായകൻ വക ഒരൊന്നൊന്നര ഇന്നിംഗ്സും. 18 പന്തുകളിൽ അർദ്ധശതകം പിന്നിട്ടു. റണ്ണൊഴുകുന്ന വാങ്കഡയിൽ റൺമല കെട്ടാതെ മുംബൈക്ക് മുന്നിൽ രക്ഷയില്ലെന്നുറപ്പ്. അതിനാൽ RCB അവരുടെ പ്ലാനുകളെല്ലാം കൃത്യമായി പുറത്തെടുത്തു. ഒടുവിൽ ടിം ഡേവിഡിന്റെ വെടിക്കെട്ടിൽ 240 കൊണ്ട് മുംബൈക്ക് മുന്നിൽ ലക്ഷ്യമുയർത്തി. സ്വന്തം മണ്ണിൽ പ്രതീക്ഷ കൈവിടാതെ അവർ ബാറ്റെടുത്തു. എന്നാൽ റിക്കൽട്ടന്റെ മോഹത്തുടക്കത്തിനപ്പുറം RCB മത്സരത്തിലേക്ക്. റിട്ടയർഡ് ഹർട്ടായി രോഹിത്തും മടങ്ങിയതോടെ കൂറ്റൻ ലക്ഷ്യത്തിനു മുന്നിൽ പകച്ചു. റിക്കൽട്ടനെയും തിലകിനെയും വീഴ്ത്തിയ സുയാഷിന്റെ ആ മാന്ത്രിക ബോളുകൾ. അവിടെയാണ് RCB കളി പിടിച്ചതും. ഹർദിക്കും സൂര്യയും പൊരുതി നോക്കിയെങ്കിലും കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു. ഒടുവിൽ അർദ്ധശതകവുമായി റുദർഫോർഡിന്റെ ഒരു ഒറ്റയാൾ പോരാട്ടം മുംബൈക്ക് പക്ഷേ രക്ഷയായില്ല. 18 റൺസുകൾ അകലെ മൂന്നാം പരാജയ ഭാരമേന്തി മുംബൈ വീണു. മൂന്നാം വിജയമുയർത്തി പടിതാറിന്റെ സംഘം മുന്നോട്ട് തന്നെ. മോഹസാഫല്യമാ 2025 തീർന്നതെങ്കിലും RCB കണക്ക് കൂട്ടി തന്നെയാണ്. കാരണം അവർക്കായി പരന്നൊഴുകും ആരാധകരുടെ മനസ്സ് നിറയ്ക്കാൻ എന്തിനും പോന്നൊരു പടയുണ്ടവർക്ക്. ആരും ഭയക്കുന്നൊരു പരിണാമം അതിന്റെ ലക്ഷ്യം കണ്ടേ അടങ്ങും.